നാട്ടിലായതുകൊണ്ട് ചക്കയൊക്കെ കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ചക്ക വരട്ടിയൊക്കെ വിചാരിച്ചിട്ടോ അമ്മയും ഞാനും കൂടി ഒന്ന് ചക്കയൊക്കെ കുറച്ച് വരട്ടിയെടുത്തു. അപ്പോൾ വരട്ടിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അമ്മ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം ഓർമ്മ വന്ന കേട്ടോ. അമ്മ ഈ ഉരുളിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. ഈ ചക്ക വരട്ടിയിൽ കുറച്ച് ചക്ക വരട്ടി ചെയ്തെടുത്തിട്ട് അതേ ചീനച്ചട്ടിയിലേക്ക് എന്നെ ഇടും. എന്നിട്ട് ഇതാ ഇതേമാതിരി തേങ്ങാപ്പാലെടുക്കും കേട്ടോ. ഞാനൊരു 1.5 തേങ്ങയുടെ പാലെടുത്തു. 2 തേങ്ങയുടെ പാലെടുക്കാം. 1-ാം പാൽ ഇതാ മാറ്റി വെച്ചതിന് ശേഷം 2, 3, 4 പാലൊക്കെ ഒന്നിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തിളച്ച വെള്ളം അങ്ങോട്ട് ചൂടാക്കി വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഇങ്ങോട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടോ. എന്നിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാല് കിട്ടുകയും ചെയ്യും. ഭയങ്കര ഈസിയല്ലേ ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ അതങ്ങനെ 2, 3, 4 ഒക്കെ പാലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ രണ്ടാമത്തെ പാൽ 2, 3 പാലുണ്ടല്ലോ, ആ ലൈറ്റായിട്ടുള്ള പാലിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുള്ള നമ്മുടെ ചക്കവരട്ടി ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കേട്ടോ. അമ്മ മിക്സിയുടെ ജാറിലൊന്നും ഇല്ല കേട്ടോ. അമ്മ നേരെ ഇതിൽ തന്നെ മിക്സ് ചെയ്യാറാണ് പതിവ്. കുറച്ചും കൂടി തേങ്ങാപ്പാൽ വെച്ചിട്ട് നന്നായി കുറച്ച് ലൈറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ആ മിക്സിയുടെ ഇതിലേക്ക് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഉരുളിയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ടയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ കട്ടയൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ ഇതിൻ്റെ കൂടെ മെൽട്ടായിട്ട് ശരിയാവും. അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴികെയുള്ള ബാക്കി എല്ലാ തേങ്ങാപ്പാലും ഇതിലേക്ക് നന്നായി ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കുറച്ചതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ സത്യത്തിൽ ആ തേങ്ങാപ്പാൽ എടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ 2, 3, 4 പാലൊക്കെ എല്ലാം ഒഴിച്ച് കഴിഞ്ഞു. ഇനി അതിനെ നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ അതിലുള്ള കട്ടയായിട്ടുള്ള സാധനത്തിനൊക്കെ സൈഡിലുള്ളതിനൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഒരു വിസ്ക്, സത്യം പറഞ്ഞാൽ കിച്ചണിലൊരു വിസ്ക് അത്യാവശ്യം കേട്ടോ. ഈ വിസ്ക് ഉണ്ടല്ലോ, ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എന്ത് കട്ടയും അടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആ വിസ്ക് എടുത്ത് ഞാൻ നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ആ സൈഡിലുള്ള ചക്കവരട്ടിയതിൻ്റെ പീസുകളും ഒക്കെ അതിൽ വന്നിട്ട് ഫുള്ള് കട്ട ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. പിന്നെ ടേസ്റ്റ് ചെയ്തപ്പോൾ മധുരം കുറവായിരുന്നുകൊണ്ട് ഞാൻ നന്നായി കുറച്ച് ആവശ്യത്തിന് ശർക്കര പാവും കൂടി അതിൽ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് സത്യത്തിൽ ഇതൊരു 5-10 മിനിറ്റ് തിളപ്പിക്കാൻ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം തിളച്ചപ്പോൾ ആ തേങ്ങാപ്പാലും നമ്മുടെ ചക്കവരട്ടി ഇതൊക്കെ കൂടി മിക്സായി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതൊരു ലൈറ്റ് ചൂടിലാണ് വയ്ക്കുന്നത്. അത് മാത്രമല്ല ഈ ചീനിച്ചട്ടിയിൽ ഇനി ഒന്നും കഴുകാൻ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലാണ് നമ്മുടെ ഉരുളി ക്ലിയർ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ടെക്നിക്കാണ് കേട്ടോ പാത്രം കഴുകാനുള്ള ഇതിന് മുമ്പുള്ളത്. ഇനി അതാ നന്നായി തിളച്ചപ്പോൾ 1-ാം പാലും കൂടി ഒഴിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഓഫ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് ചുക്കും പഞ്ചസാരയും കൂടി പൊടിച്ചതായിരുന്നേ, അതും കൂടി നന്നായിട്ട് കൊടുത്ത് ഒന്ന് നന്നായി അതിനെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ചക്ക പായസത്തിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിങ്ങനെ വറുത്തിടുന്ന കേട്ടോ. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത ഇടുന്നു. ഞാൻ എന്തായാലും തേങ്ങാക്കൊത്തല്ലെന്ന് പറഞ്ഞിട്ട് ലാവിഷായിട്ട് അങ്ങോട്ട് തേങ്ങാക്കൊത്തിട്ടുണ്ട്. ഇത്രയൊന്നും തേങ്ങാക്കൊത്ത് സത്യത്തിൽ ആവശ്യമില്ലായിരുന്നു. മുറിച്ച് വന്നപ്പോൾ നന്നായി തോന്നി. അപ്പോൾ പിന്നെ അതങ്ങനെ വറുത്തെടുക്കുകയും ചെയ്തു. എന്നിട്ടതാ ആ തേങ്ങാക്കൊത്തും കൂടി അതിലിട്ടു. തേങ്ങാക്കൊത്ത് വ്യാജം തന്നെയല്ലേ, കഴിക്കാൻ സുഖമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് മുഴുവനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ചക്കപ്പായസം റെഡി. നമ്മുടെ പാത്രവും അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനത്തെ ചില ചരിത്തരിയുടെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്ത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തല്ലേ. നിങ്ങളുടെ അമ്മ ഇങ്ങനെയൊക്കെയാണോ? അപ്പോൾ കമൻറ്റ് ചെയ്യണേ.